ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ശൂന്യമായി പോയ പടകിലും ശൂന്യമായി പോയ വലയിലും നിറയെ തരുവാൻ കഴിവുള്ള ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് കർത്താവായ യേശുക്രിസ്തു. നമ്മുടെ ജീവിതം ശൂന്യമായി പോയോ? നമ്മുടെ സാഹചര്യങ്ങൾ, വരുമാന മാർഗങ്ങൾ, നാം പ്രതീക്ഷ വച്ചിരുന്നത് എല്ലാം ഒരു ശൂന്യതയുടെ അവസ്ഥയിലൂടെയാണോ ആരെങ്കിലും പോകുന്നത്? ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും പണ്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിരുന്നു ആത്മീയമായി, പണ്ട് നല്ല ഉയർച്ച ഉണ്ടായിരുന്നു ഭൗതികമായി, എന്നാൽ ഇന്ന് ശൂന്യതയിലൂടെ കടന്നു പോകുന്നവര്, ഹൃദയത്തിൽ ശൂന്യത, മനസ്സിലെന്തോ ഒരു ശൂന്യത, അതുപോലെ തന്നെ സാമ്പത്തികമായ അവസ്ഥയിലേക്ക് നോക്കുമ്പോൾ ഒരു ശൂന്യത, ഭാവിയിലേക്ക് നോക്കുമ്പോൾ ശൂന്യത, എവിടെ നോക്കിയാലും ഒരു ശൂന്യത ഹൃദയത്തിൽ ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. കാരണം ഒരു പ്രതീക്ഷയില്ല, ഒരു പ്രത്യാശയില്ല, ഒരു പോസിറ്റീവായിട്ട് ഒന്നും കാണുന്നില്ല. അങ്ങനെ ആ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട്. എന്നാൽ ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നമുക്ക് യേശുവിനെ കണ്ടുമുട്ടാൻ ഇടയാകുന്നുവെങ്കിൽ യേശു നമ്മുടെ ശൂന്യതകൾ മാറ്റിത്തരും. ഒന്നാമത് നമ്മുടെ ഹൃദയത്തിന്റെ ശൂന്യതകളാണ് കർത്താവ് മാറ്റുന്നത്. കാരണം യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം ഇപ്രകാരം പറയുന്നു: ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ശൂന്യമായ ഹൃദയങ്ങളുടെ വാതിൽക്കൽ നിന്ന് യേശു മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും, ഇഫ് എനിബഡി, ആരുമായിക്കൊള്ളട്ടെ, ആരാണെന്നുള്ളത് കർത്താവിന് വിഷയമല്ല, ആരെങ്കിലും ക്രിസ്തു വിളിക്കുന്നതായ ആ ശബ്ദം കേട്ട് ഹൃദയത്തിന്റെ വാതിൽ തുറന്നാൽ യേശു ക്രിസ്തു അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വന്ന് അവൻ ക്രിസ്തുവിനോടും കൂടി അത്താഴം കഴിക്കുക. അങ്ങനെയാണ് വചനം പറയുന്നത്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കുമെന്ന്. ഹല്ലേലൂയ. ശൂന്യത മാറ്റുന്ന ക്രിസ്തു, ജീവിതത്തിന്റെ ശൂന്യത മാറ്റുന്ന യേശു ക്രിസ്തു, ഹൃദയത്തിന്റെ ശൂന്യത മാറ്റുന്ന ക്രിസ്തു, മനസ്സിന്റെ ശൂന്യത മാറ്റുന്ന ക്രിസ്തു. ഞാൻ ഒന്നുകൂടി പറയാം, പേഴ്സിന്റെ ശൂന്യത മാറ്റുന്ന ക്രിസ്തു. പേഴ്സിന്റെ ഉള്ളിൽ ഇന്നൊന്നും വെക്കാനില്ല. കിട്ടുന്നത് അല്പമേ ഉള്ളൂ, അത് പെട്ടെന്ന് തീർന്നു പോകും. മാസത്തിന്റെ ആദ്യം ശമ്പളം കിട്ടുമ്പോൾ പേഴ്സിലുണ്ട്, പക്ഷേ മാസത്തിന്റെ പകുതി ആകുമ്പോഴേക്കും എല്ലാം തീരുന്ന അനുഭവത്തിലുള്ള അനേകരുണ്ട്, എനിക്കറിയാം. പക്ഷെ ആ ശൂന്യത പോലും കർത്താവ് മാറ്റിത്തരും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം നാം ചിന്തിച്ചു വരികയായിരുന്നു. ശൂന്യമായ പടകുകൾ, ശൂന്യമായ വലകൾ, ശൂന്യമായ മനസ്സ്, ശൂന്യതയിലേക്ക് നോക്കിയിരിക്കുന്ന ചില മുക്കുവ തൊഴിലാളികൾ. എന്നാൽ അവരുടെ ഇടയിലേക്ക് ശൂന്യത മാറ്റി നിറവ് തരുന്ന ക്രിസ്തു കടന്നു. എൻ്റെ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം വേണം. നമ്മുടെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് ക്രിസ്തു വരണം. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഓഫീസിൽ ഉന്നതരായ ആളുകൾ, ഒരുപക്ഷെ മുഖ്യമന്ത്രിയോ കളക്ടർമാരോ, ഇനി അതിൽ കൂടിയതോ കുറഞ്ഞതോ ആയ ഓഫീസേഴ്സോ അധികാരികളോ വന്നിട്ടുണ്ടാകാം. എന്നാൽ ഞാൻ പറയുന്നത്, അഖിലാണ്ടത്തിന്റെ ഉടയവനും സൃഷ്ടാവുതുമായ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് കാലെടുത്ത് വെച്ച് വരുന്ന ഒരു അനുഭവമുണ്ട്. അത് നമുക്ക് രാഷ്ട്രീയ സ്വാധീനം വേണമെന്നില്ല, നമുക്ക് ഈ ഭൂമിയിൽ വലിയ ഉന്നതമായ നിലവാരങ്ങൾ വേണമെന്നൊന്നുമില്ല. ഈ ഭൂമിയുടെ കോണിലിരുന്ന് ഏതൊരു മനുഷ്യൻ പ്രാർത്ഥിച്ചാലും, കർത്താവേ, വാസ്തവമായി അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് വരണം, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതം വിട്ടുതരുന്നു, എൻ്റെ ഹൃദയം വിട്ടുതരുന്നു, എൻ്റെ ജീവിതപ്പടവ് വിട്ടുതരുന്നു. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം കൊടുത്താൽ അടുത്ത നിമിഷം യേശു നിങ്ങളുടെ ജീവിതപ്പടകിൽ വരും. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ ഒരു മുഖ്യമന്ത്രി വരുന്ന പോലെയല്ല, പ്രധാനമന്ത്രി വരുന്ന പോലെയല്ല, അമേരിക്കൻ പ്രസിഡന്റ് വരുന്ന പോലെയല്ല, അല്ലെങ്കിൽ ലോക ഉന്നതരായ നേതാക്കൾ വരുന്ന പോലെയുമല്ല. ഈ അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടാവായ, സൃഷ്ടിതാവ്, ഉടയവനും എല്ലാത്തിൻ്റെയും നിയന്ത്രിതാവും, സകല ലോക ജഗത് നിയന്താവായ ക്രിസ്തു ഹൃദയത്തിൽ വരും. നമ്മുടെ ഹൃദയത്തിൽ, മകളെ നിന്റെ ഹൃദയത്തിൽ, മകനെ നിന്റെ ജീവിതത്തിൽ, നിന്റെയും ജീവിതത്തിൽ തകർന്നു പോയ ജീവിതമായിരിക്കുന്ന പ്രിയ മാന്യ സഹോദരി, നിന്റെ ജീവിതത്തിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, തക്കം കിട്ടിയാൽ ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ച് അതിന് തക്കം പാർത്തിരിക്കുന്ന മകളെ, നിന്റെ ജീവിതത്തിലേക്ക് യേശു വന്നാൽ നിന്റെ ശൂന്യത മാറും, ലോൺലിനെസ് മാറും. സ്തോത്രം. ഈ പത്രോസിന്റെ പടകിലേക്ക് യേശു വന്നു. യേശു ജനത്തോട് സംസാരിച്ചു. ജനത്തോട് സംസാരിക്കാൻ നാം നമ്മുടെ ജീവിതപ്പടക്, ജീവിത സാഹചര്യങ്ങൾ വിട്ടുകൊടുത്താൽ നമ്മോടും യേശു സംസാരിക്കും. നമ്മുടെ കാര്യങ്ങൾ യേശു നോക്കും. ഇന്നലെ പ്രാർത്ഥനായോഗത്തിന് വന്ന
ഏതാനും ദൈവമക്കൾ ഞങ്ങൾ കൂടിയിരുന്നപ്പോൾ ഞാനൊരു കാര്യം അവരോട് ഹൃദയത്തെ തൊട്ട് പറഞ്ഞു. എന്താണെന്നോ, നിങ്ങൾ യേശുവിൻ്റെ കാര്യം നോക്കാൻ ഇറങ്ങിയാൽ നിങ്ങളുടെ കാര്യം നോക്കാൻ യേശു ഇറങ്ങും. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള വേലയ്ക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചാൽ നിങ്ങളുടെ മക്കളുടെ കാര്യം യേശു നോക്കിക്കൊള്ളും. ഞാനത് പറഞ്ഞത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ്. ഞാൻ കർത്താവിൻ്റെ വേല, കർത്താവിന് സാക്ഷിക്കുക, കർത്താവിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുക, കർത്താവിന് വേണ്ടി ചെലവഴിക്കുക, സമയവും പണവും സ്വാധീനങ്ങളും ശബ്ദവും എല്ലാം ചെലവഴിക്കുക, ഭവനവും ഉള്ള സാഹചര്യങ്ങൾ മുഴുവൻ കർത്താവിന് വേണ്ടി ചെലവഴിക്കുക. അതെല്ലാം എൻ്റെ ജീവിതത്തിലൊരു ഹരമായിട്ട് കർത്താവിൻ്റെ കൃപയാൽ ഞാൻ അനുഭവിക്കുന്ന ഒരു സത്യമായതുകൊണ്ട് ദൈവമക്കളോട് ഞാൻ പറയുണ്ടായി, ആരും ഇൻട്രസ്റ്റ് ചെയ്തില്ലെങ്കിലും എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും. അവൾ തന്നാലാവധി ചെയ്തു. മഗ്ദലക്കാരത്തി മറിയോട് ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ അവൾ കർത്താവിൻ്റെ വേല ചെയ്തത്? അല്ല. അവളെ ആരെങ്കിലും മുന്നോട്ട് തള്ളിവിട്ടിട്ടല്ല അവൾ യേശുവിൻ്റെ പാദത്തിൽ വന്നത്. അവൾ യേശുവിൻ്റെ പാദം കണ്ണുനീരുകൊണ്ട് കഴിയത്, തലമുടി കൊണ്ട് കാല് നിവർത്തിയത്, സ്വച്ഛ ജഡാമാംസി തൈലം പൊട്ടിച്ച വിലയേറിയ തൈലം അവൾ കരുതി വെച്ച്, അവളുടെ ചെറിയ വരുമാനത്തിൽ നിന്നും അവൾ യേശുവിന് വേണ്ടി കരുതി വെച്ച് അവൾ ആ സൗരഭ്യം പൊട്ടിച്ചത്, സുഗന്ധം കൊണ്ട് വീട് നിറയാൻ ഇടയായത് എല്ലാം ആരും ഉപദേശിച്ചിട്ടല്ല. കർത്താവിന് സ്തോത്രം. ഓ കർത്താവിന് സ്തോത്രം. കർത്താവിനെ അടക്കി കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അന്ന് നേരം നന്നാ വെളുക്കുന്നതിന് മുമ്പ് പാവപ്പെട്ട സ്ത്രീകൾ ഓടിയത് ആരും നിർബന്ധിച്ചിട്ടല്ല, സ്വന്തമായി ഒരു നിർബന്ധം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, ആരും നിർബന്ധിക്കുന്നില്ല, എൻ്റെ മേൽ ആ നിർബന്ധം കിടക്കുന്നു. യേശുവിനോടുള്ള സ്നേഹമാണ് ആ നിർബന്ധം. സ്നേഹം കൂടി വരുമ്പോൾ ആരും ഒന്നും പറയണ്ട. ഞാൻ എന്ത് വേണ്ടു? എൻ്റെ നാഥന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ എന്തു വേണ്ടു? കാരണം ജീവൻ തന്നെ എന്നെ സ്നേഹിച്ചൊരു യേശുവുണ്ട്, ജീവരക്തം തന്നെ എന്നെ സ്നേഹിച്ചൊരു യേശുവുണ്ട്. യേശു ഒന്നും മടി പറഞ്ഞില്ല, എനിക്ക് ക്ഷീണമാണെന്ന് പറഞ്ഞില്ല. എന്നെക്കുറിച്ച് ഓർത്തപ്പോൾ എൻ്റെ ശാപങ്ങളും പാപങ്ങളും വഹിച്ചുകൊണ്ട് അടിയേറ്റ് നിന്നയേറ്റ് മുൾമുടിയേറ്റ് കാൽവറി ക്രൂശിലേക്ക് ക്രൂശിക്കപ്പെടാനായി യേശു പോയപ്പോൾ യേശു പറഞ്ഞില്ല എനിക്ക് പറ്റിയില്ലെന്ന്. എന്നെക്കുറിച്ച് ഓർത്തപ്പോൾ യേശു ഓടി, വീണും എഴുന്നേറ്റും പോയി. ആ സ്നേഹം, കാൽവറിயின் സ്നേഹമോർക്കുമ്പോൾ കൺകൾ നിറയുന്ന എൻ്റെ പ്രിയനെ എന്ന് പാട്ടുകാരൻ പാടി. അപ്പോസ്തലനായ പൗലോസ് ഈ സ്നേഹത്താൽ പിടിക്കപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ വേലയിൽ പ്രയോജനപ്പെട്ട എല്ലാവരും ഈ സ്നേഹത്താൽ പിടിക്കപ്പെട്ടതുകൊണ്ടും തന്നെത്താനുള്ളതായ സ്വന്തമായിട്ടുള്ള ഉത്സാഹവും ഉത്തേജനവും കൊണ്ടാണ് അവരെല്ലാം വേല ചെയ്തത്. ഞങ്ങൾ സഹകരിച്ചത് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എത്രത്തോളം ഈ സ്നേഹം കീഴടക്കുന്നുണ്ട്? ഈ സ്നേഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ എനിക്കൊന്ന് ചെയ്യണം. എനിക്ക് അനേക ആത്മാക്കളെ നേടണം. നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾ, ഇടം കയ്യെന്ത് വലം കയ്യേതെന്ന് തിരിച്ചറിയാതെ പോകുന്ന അനേക ആത്മാക്കൾ, അവർക്ക് അനുഭവത്തോട് ചേർത്ത് ജീവന്റെ സന്ദേശം കൊടുക്കണം. അനുഭവമില്ലാത്ത സന്ദേശം അതല്ല ഇന്നത്തെ ലോകത്തിന് വേണ്ടത്. ഇന്നത്തെ ജനത്തിന് വേണ്ടത് അനുഭവങ്ങൾ വേണം. അനുഭവത്തോട് ചേർത്ത് തിരുവചനം പറയാൻ ഇടയാകുന്നത് അതാണ് ഭാഗ്യം. അതാണ് ഏറ്റവും മനുഷ്യനെ സ്വാധീനിക്കുന്നത്. ഇല്ലെങ്കിൽ കുറച്ച് നാളൊക്കെ കേൾക്കും, പിന്നീട് അത് അവരെയൊന്നും തൊടുകയില്ല. പ്രിയ സഹോദരങ്ങളെ, പ്രിയ സഹോദരിമാരെ, യേശു നിറയ്ക്കുന്നവനാണ്, യേശു ശൂന്യത മാറ്റുന്നവനാണ്. ഇപ്പോഴിതാ പത്രോസ് കൂടെയുള്ള അനുയായികളും യേശുവിന്റെ വചനം കേട്ട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീനെന്ന് ആ ശൂന്യാവസ്ഥയിൽ കർത്താവ് പറഞ്ഞു. അതവരനുസരിച്ചു. മകനെ, നിന്റെ ശൂന്യത മാറണമെങ്കിൽ നീ യേശു പറയുന്നത് അനുസരിക്കണം. നിന്റെ സ്വന്തം ബുദ്ധിയിലുള്ളതനുസരിച്ചാൽ പോരാ. നിന്റെ സ്വന്തം ബുദ്ധിയിലും നിന്റെ പഴക്കത്തിലും തഴക്കത്തിലും നിന്റെ പഴയ അറിവിലും മകനെ നിന്റെ ബുദ്ധിയിലും നിന്റെ പഠിത്തത്തിലും കോൺസെൻട്രേറ്റ് ചെയ്ത് നീ അനുസരിച്ചാൽ, ഒരുപക്ഷെ നിന്റെ ആത്മീയമായ പഴയ കാഴ്ചപ്പാടിലനുസരിച്ചാൽ പോരാ. യേശു അപ്പോൾ തരുന്നത് നാം അനുസരിക്കണം. അപ്പോൾ ജീവിതപ്പടക് നിറയും, പേഴ്സും നിറയും, കുടുംബത്തിൽ സ്നേഹവും നിറയും, സന്തോഷവും നിറയും, സമാധാനവും നിറയും, ഐക്യം നിറയും. യേശു പറയുന്നത് അനുസരിക്കുക. പത്രോസ് ഗലീല കടലിനെ കുറിച്ച് നല്ല അറിവുള്ളവനായിരുന്നു. പക്ഷെ അതെല്ലാവരും എല്ലാം താഴെ വെച്ചിട്ട്, പാരമ്പര്യമൊക്കെ താഴെ വെച്ചിട്ട്, പഴയകാലത്തെ എല്ലാ പാരമ്പര്യങ്ങളും താഴെ വെച്ചിട്ട് ഒരു കുഞ്ഞുകുട്ടിയെ പോലെ പത്രോസ് അനുസരിക്കുകയാണ്. അതാ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചതാണ്, ശരിയാണത്, ഒരു വസ്തുതയാണത്, അതൊരു ഫാക്റ്റാണ്. പക്ഷേ എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വിലയിറക്കാം. അവർ അങ്ങനെ ചെയ്തപ്പോൾ, 6-ാം വാക്യം ലൂക്കോസ് 5:6, അത് മനോഹരമാണ്. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. മാത്രമല്ല 7-ാം വാക്യം, അവർ വന്ന് പടക് 2 മുങ്ങുവാറാവോളം നിറച്ചു. അന്ന് യേശു നോക്കുമ്പോൾ ശൂന്യമായ പടകുകളാണ് രണ്ടും.
എന്നാൽ ഇന്ന് നിറവാണ്. ഹല്ലേലൂയ. ആത്മീയമായ ശൂന്യതയാണോ? ഭൗതികമായ ശൂന്യതയാണോ? സാമ്പത്തികമായ ശൂന്യതയാണോ? സ്നേഹത്തിന് പട്ടിണിയാണോ? കുടുംബത്തിന് ഐക്യത്തിന് ദാരിദ്ര്യമാണോ? നിങ്ങൾ യേശുവിലേക്ക് വാ. യേശു പറയുന്ന അനുസരിക്ക്. യേശുവിൻ്റെ വചനം കേൾക്ക്. വചനം പറയുന്ന അനുസരിക്ക്. വചനത്തുമ്പേ നിങ്ങൾ തന്നെ കീഴ്പ്പെടുത്ത്. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുമെന്ന് ഞാൻ ഉറപ്പായി പറയാം. അതെൻ്റെ അനുഭവമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത്ഭുതങ്ങൾ നടക്കും. കാരണം അത്ഭുതങ്ങളുടെ കാലം തീർന്നിട്ടില്ല. എന്തുകൊണ്ട്? അത്ഭുതം പ്രവർത്തിക്കുന്ന യേശു ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, പത്രോസിന്റെ പടക് നിറഞ്ഞു. പത്രോസിന്റെ വല നിറഞ്ഞു. പത്രോസിന്റെ വലയെ നിറച്ചവൻ മകനെ നിനക്ക് നിറച്ചു തരും. നിറച്ച് സ്നേഹം തരും. നിറച്ച് സന്തോഷം തരും. നിറച്ച് തരും. നിറവ് തരുന്ന ഒരു ദൈവം. ആത്മാവിൻ്റെ ശക്തിയാൽ നിന്നെ നിറയ്ക്കും. പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിന്നെ നിറയ്ക്കും. സ്നേഹത്താൽ നിന്നെ നിറയ്ക്കും. സന്തോഷത്താൽ നിന്നെ നിറയ്ക്കും. ഇത് ആർക്ക് വേണം? യേശുവേ, എനിക്ക് വേണം. എനിക്ക് ആ നിറവ് വേണം. സ്നേഹത്തിൻ്റെ നിറവ് വേണം. വിശുദ്ധിയുടെ നിറവ് വേണം. ഐക്യത്തിൻ്റെ നിറവ് വേണം. സന്തോഷത്തിൻ്റെ നിറവ് എനിക്ക് വേണം കർത്താവേ. സാമ്പത്തികമായി നിറവ് വേണം. ഭൂമിയിൽ വലിയവനാകാനല്ല, യേശുവിൻ്റെ നാമോഹത്വത്തിന് വേണ്ടി ചെലവഴിക്കാൻ. കർത്താവേ, എല്ലാ നിറവിൻ്റെ നിറവായ അങ്ങ് എനിക്ക് നിറവ് തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ശൂന്യത മാറ്റി നിറയ്ക്കുന്ന ക്രിസ്തു നിങ്ങളെയും അനുഗ്രഹിക്കും. അങ്ങനെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് എൻ്റെയും പ്രാർത്ഥന. അനേകർ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുമ്പോൾ ഞാൻ കർത്താവിനെ സ്തുതിക്കാറുണ്ട്. അനേകർ ഉയർന്നു വരുമ്പോൾ ഞാൻ കർത്താവിനെ സ്തുതിക്കാറുണ്ട്. ആത്മീയമായി ഭൗതികമായി അനേകർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ സന്തോഷിച്ച കർത്താവിനെ സ്തുതിക്കാറുണ്ട്. ഹല്ലേലൂയ. നിങ്ങളും അഭാഗ്യകരമായ അനുഭവത്തിലേക്ക് വരൂ. കർത്താവ് നിങ്ങളെ നിറപടിയായി അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ ആത്മീയമായി ഞങ്ങളോട് എന്തെങ്കിലും ഷെയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങളോട് സംസാരിക്കാം. കർത്താവ് നിറപടിയായി നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടും.